ഹേ ഓൾ വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഇന്ന് GTA 5 ഓൺലൈനിലെ അടുത്തൊരു മിഷൻ കളിക്കാൻ പോവാണ്. നമുക്ക് ആദ്യം ഞാനിപ്പോൾ റിസ്പോം ലാസ്റ്റ് എവിടെയാണോ നിർത്തിയത് അവിടെ തൊട്ട് പ്ലേ ആവുന്ന രീതിക്കാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ആദ്യം നമ്മുടെ വണ്ടി ഇറക്കണം ഏതെങ്കിലും, എന്നിട്ട് മെഷീനിലേക്ക് കയറാം. ബുധനാഴ്ച 4:30 സമയം. ഗെയിമിൽ പീസ് അടിച്ചു പോകാൻ ഇതാ നല്ലത്. അത്യാവശ്യം കയറി പോവുകയും ചെയ്യും, വലിയ സ്പീഡും ഇല്ല. അവിടെ അപ്പുറത്ത് വന്ന നല്ല കാര്യം. ഓ, എങ്ങനെയുണ്ട് ലോ റൈഡേഴ്സ് കാണുന്നുണ്ടോ? ലോ റൈഡേഴ്സിന് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. നമ്മളിനി പോണ്ട വരില്ല. നമുക്ക് ഫോൺ എടുക്കാം, നൈസിന് മിഷൻ ചോദിക്കാം. ഡാക്സിന്റെ മെഷീൻ എടുക്കാം. ഡാക്സിന്റെ മെഷീൻ എനിക്ക് ഇപ്പൊ നല്ലോണം ഇഷ്ടമായി വരുന്നുണ്ട്. ഫുള്ള് വെഡിങ് കുത്താണ്, എന്നാലും വൈബാ. നല്ല മെഷീൻസ് രസാ. ഓക്കേ, ഓ തട്ടിയ. ഓക്കേ, ഈ സംഭവം ശ്രദ്ധിച്ചിരുന്ന? ഇതിന് ശേഷം വീഡിയോ ഇട്ടിരുന്നില്ല. ഒരു 3 ദിവസം കളിക്കാണ്ടിരുന്നിട്ട് ഗെയിം ഓപ്പൺ ചെയ്തപ്പോ ആകെപ്പാടെ മഞ്ഞ്. ഞാൻ ആരുടെയൊക്കെ വീഡിയോയിൽ കണ്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ചെയ്താലേ ഈ സ്നോ കിട്ടുള്ളൂ എന്ന്. സംഭവം ഒരു ദിവസം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ ഫുള്ള് സ്നോ. അപ്പൊ അതിലങ്ങോട്ട് സെറ്റായി, സ്നോയില് സെറ്റായി. പഴയ GTA എങ്ങനെയാന്ന് പോലും ഒരു മൈൻഡിലേക്ക് വരുന്നില്ല. ഇപ്പൊ ഇത് മനസ്സിൽ ഉറച്ചു. ആ മെസ്സേജ് അയക്കണല്ലോ വിളിക്കാന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഈ വണ്ടി പണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഓഫ്ലൈൻ കളിക്കുമ്പോ തൊട്ടേ ഇഷ്ടാ. സംഭവം വലിയ സ്പീഡൊന്നുമില്ല, പക്ഷെ 4 വീൽ ഡ്രൈവ് ആണ്, ഓടിക്കാൻ മൂടാ. ഡാക്സ് മോഞ്ചിച്ചുട്ടാ. ഡാക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയാ, കസിന്റെ കൂടെ കളിച്ച് പരിചയപ്പെടുത്തിണ്ടായില്ല, മൊയിലിയാര്. അവനാണ്. അവൻ വിളിക്കണില്ല, ഒന്നും ചെയ്യുന്നില്ല. മെസ്സേജ് വന്നണ്ട. ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച്. ഓ ഭാഗ്യം, വിളിച്ചില്ലല്ലോ അവൻ. ഹലോ, ഒന്ന് വിളിക്കണ. വണ്ടി എങ്ങനെയുണ്ട്? പണ്ട് ചെളിയാ കേറിയിരുന്നു, ഇപ്പൊ സ്നോ ആണ് കേറണ. കുറച്ചുകൂടെ ആർമർ ചെയ്യാണ്ട്. എവിടെയൊക്കെ തട്ടിയ പെട്ടെന്ന് പപ്പടാവുണ്ട്. എമ്മില് കയറി നോക്കിയാലോ? ഡാക്സ് മോചിച്ചു എന്ന് പറയോ? This is Maud Eccles calling from Canine Renditions, the very best bounty hunting business out of Sandy Shores. Hi, I got a proposition for you, and I'll keep it short and sweet. സംസാരിക്കാൻ വയ്യല്ലോ ആൾക്ക്. Over the reins. If you catch my drift, and pass the baton to a hungry bounty hunter looking to spread their wings. That's where you come in. I'm gonna need somebody to open another office for me. This is a ripe opportunity for a young, cash-rich bounty hunter. Very own bail enforcement agency. Sorry bro. I'll supply some of the staff and expertise. മതി മോളെ. Pick your favorite property off. എന്തൊരു വണ്ടി ഇത്? ഓ മറ്റേ കോണ കേട്ട് കഴിഞ്ഞപ്പോ അവളുടെ പാട്ടിന് പോയി മിഷീനുമില്ല. ഡാക്സ് മൂഞ്ചിച്ചല്ലോ. ഡാക്സ് അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഡാക്സ് മെയിനായിട്ട് എന്നെ വിളിക്കുക കഞ്ചാവിന് വളടാനാ. നായി കഞ്ചാവിന് വളടണം, എന്നിട്ട് കഴിഞ്ഞിട്ട് ഒരു ട്രക്ക് പോയി പൊട്ടിക്കാനും പറയും. ഡാക്സിനൊന്ന് വിളിച്ചു നോക്കാം. ആ മോനെ മറന്നാ? എന്റെ പൊന്നെ, ഒരു ലോഡ് ഓൺലൈൻ പ്ലേസ് ഉണ്ടല്ലോ. ഡാക്സ് എടാ, വർക്ക് ഇതാടാ. അവൻ മറന്നിട്ടാ. ഓൺലൈൻ സെക്ഷൻ ആയോണ്ടാന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ അതിരി ബഗ്.
ക്ലോസ് സെക്ഷനിലേക്ക് ഇടാം. ഏയ് കിട്ടല്ല കിട്ടല്ല കിട്ടല്ല. ഓൺലൈൻ കളിക്കുമ്പോ ഇടയ്ക്ക് ടെസ്സാ എന്താ പറയാ, നമ്മുടെ ഒരു മിഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോയിന്റിൽ വന്ന് നിൽക്കുമല്ലോ, അവിടെ വന്ന് നിന്നാലും എനക്കുണ്ടാവില്ല. ആരാ എന്താന്നൊക്കെ ചോദിക്കും. വണ്ടി അവിടെ ഉണ്ട്. ഇനി ഒന്ന് ടാക്സിനോട് ചോദിക്കാം. മോനെ കുറെ നേരം ഞാൻ വിളിക്കണ് എന്തെങ്കിലും. മെസ്സേജ് വരും കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ ഓൺലൈൻ്റെ പ്രശ്നമായിരുന്നു. ലിക്വിഡ് അസറ്റ് sure bro. Where they grow plants for herbal remedies. That's code for mind-controlled juice fresh meat. Seriously, do the research. Well, as luck would have it, Lab Rat's last batch of acid ended up being literal acid. Let's go pick it up and put it in their sprinkler system. മാക്സും മേരി വെതറുള്ള ടീമായിട്ടാണ് എപ്പോഴും അലമ്പ്. മേരി വെതർ ടീം എന്ന് വെച്ചാൽ ബൈക്കേഴ്സിന്റെ ടീം കണ്ട. ഓ അവന്മാരൊക്കെ ആയിട്ട് നോർമലി ഉള്ള ഫൈറ്റ് കുഴപ്പമില്ല. എവിടെയും കൂട്ടം കൂടി നിക്കണെന്നുണ്ടല്ലോ, ലൂപ്പാണ്, ലൂപ്പ് കഴിയില്ല. എങ്ങനെ ക്വാണ്ടിറ്റിയിൽ എനിമീസ് വരാന്നറിയോ. അവരിലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് വിചാരിക്കാത്ത പോലെ ഡെഡ് ഷോട്ട് ഗൺ പിടിച്ച് വരുമ്പോഴാ ഒറ്റപ്പെട്ടക്ക് തീരും. ഒതുക്കിവാടാ. ഞാൻ ഈ ഒരു മൂഡ് കിട്ടാൻ വേണ്ടിട്ട് ഈ വണ്ടി എടുത്തത്. ഈൻ്റെ ഉള്ളിലൊക്കെ സഡാനും കൊണ്ട് പോയാലേ ടാസ്കാ. ഇതുപോലെ ഒന്നും ഓടിക്കാൻ പറ്റില്ല, കിട്ടുന്ന വട്ടം തിരിയും വേണ്ടി. സോറി ബ്രോ, അങ്ങനെ പക്കാണ് എൻ്റെ ഇടയിൽ കൂടെ. മിഷനിലല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അവൻ കത്തുണ്ടാവും, തീ പിടിച്ച് ഓടുണ്ടാവൻ. സ്റ്റിക്കി ബോംബ് വരണുള്ളല്ലോ. 2.5 മൈൽ ഇനി ഓടാണ്ട്. പിന്നെ മാത്രല്ല ഡാക്സിന്റെ വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം നല്ല ഫണ്ട് തരുന്നുണ്ട് അവൻ. അത്യാവശ്യം നല്ല പോലെ ഫണ്ട് തരുന്നുണ്ട്. ഇപ്പൊ വണ്ടി മോഡിഫൈ ചെയ്യലൊന്നുമില്ല, ഫണ്ട് സേവിങ് അപ്പൊ ഫുള്ള്. ഈ വണ്ടിയും അത്യാവശ്യം പണി കയറ്റി അതോടുകൂടെ അവസാനിപ്പിച്ചു. ഇതും ഇനി ആർമർ ചെയ്യാനുള്ളോ, വേറൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ല. ഒന്നേ 3/4 മൈല് ഇടിച്ചിട്ടാ ഭാഗ്യം. ഓ മൂഞ്ചി, അതെവിടെയും പോയി കയറാളാട്ടാ. ആയ് വീലിന്റെ വൈറ്റ് കാണുമ്പോഴേ ആദ്യ സുഖം. ഇതാ ലൂപ്പ് പിടിച്ച സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോണേ. അതിന്റെ ഉള്ളില് പോയിട്ട് അറഞ്ചം വെട്ടാൻ പറയും. വെടി കൊണ്ടും മരിക്കും തോന്നുന്നുണ്ടെന്ന്. ബുള്ളറ്റ് പ്രൂഫ് ഒക്കെ ഉണ്ടോ എന്തോ. ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഞാൻ ഇപ്പൊ സംഭവിക്കും പറഞ്ഞത്. അത് ഈ GTA 5 GTA-സിലുള്ള ഒരു ലോ ആണത്. അടുത്തെത്തുമ്പോ അങ്ങനെയുള്ള വെട്ടിക്കാന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഓട്ടോക്കാരൊക്കെ കാണിക്കുന്ന പരിപാടിയില്ലേ, സെയിം സ്കീം. അപ്പൊ അത് നേച്ചർ ലോ തന്നെയാണ്. ഓട്ടോക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല രീതിക്ക് കൊണ്ടുവരുന്നുണ്ട്. ആർമർ ചെയ്തിട്ടുള്ള നല്ല കാര്യം. ആർമർ ചെയ്തിട്ടുള്ള കാരണം വലിയ എനക്കൊന്നും പറ്റിയിട്ടില്ല. എവിടെയാണുള്ള സ്ഥലം? ചില സമയത്ത് വണ്ടി കൊണ്ട് ഇട്ട് കൊടുക്കാനാന്ന് വെച്ചിട്ട് ഇനി മേലുള്ള അങ്ങോട്ട് പോയി കേറി കൊടുക്കും. അയ്യോ, ഇവിടെ ഞാൻ നല്ലൊരു വെടി നടത്തിയ സ്ഥലമാണല്ലോ. വേറെ ഏതാ വിഷയം വന്നിട്ട് എന്നിട്ട് ചെയ്യാറുള്ളേ എന്തോ എടുത്തിട്ടുണ്ട് അവിടുന്ന്.
ഈ വഴി പോകാൻ പറ്റുമോ? അടുത്തെത്തുമ്പോഴൊക്കെ കാണുന്നു. ചാടിയ കാരണം അവൻ രക്ഷപ്പെട്ട്. ഇല്ല ഞാനൊക്കെ ഓർത്തെടുത്ത് കൊണ്ട് പോയാനെ. ടാക്സ് വിളിക്കട്ടാ പറയൂട്ടാ. അവിടെ 950 ആൾക്കാരുണ്ട് മോനെ. സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്തോളാന്ന്. എല്ലാരും തലൂരാണല്ലോ പറഞ്ഞേ. അതൊക്കെ തെറ്റല്ലടാ. ആ മെയിൻ വെടി ഇതാ താഴേക്ക് ഇറങ്ങണല്ലോ. താഴേക്കൊന്നും ഇറങ്ങണ്ട, ഇതിന്റെ ഉള്ളിൽ തന്നെ. പെട്ടെന്ന് എനിമീസ് കാണല്ലോ കേട്ടാ. ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. വണ്ടിയൊക്കെ തിരിച്ചിട്ടെ. ഒയ്യോ റെയിൽവേ ട്രാക്കാലോ. മാറ്റി റെയിൽവേ കൊണ്ടുപോകും വണ്ടി. ഇതൊക്കെ മാറ്റി പിടിക്കേ. ടേക്ക് ഔട്ട് ഡീലേഴ്സ്. ഇവരെ കിഞ്ചാനാണോ പറയണേ? ചേട്ടാ ഞാൻ പെണ്ണാട്ടെ. ഓയ്യോ കഴിഞ്ഞില്ലേ. ആ നീ കൊള്ളാലോ. ബോഡി ആർമർ ഇല്ല. തല എത്തിച്ചിട്ടിരിക്കുക. നീ എന്നിട്ടാ നോക്കിക്കണവിടെ. വെടി വെക്കറാ. പഞ്ചാഞ്ചടിക്കൊക്കെ ഇത്ര കെട്ടിയ. നീയും വേറൊരുത്തനും. നിന്റെ അച്ഛനിടിയിട്ട് നായേ. ഓയ്യോ ഇവന്മാരൊക്കെ സൂക്ഷിക്കണം. അടുത്തുനിന്ന് വന്നപ്പോ എന്താ ഷോട്ട് ഗൺ കൊണ്ടാ. എന്തൊരു സാധനത്. എത്താല്ലേ എക്സിറ്റ്. കിറങ്ങി മോനെ. ഡാക്സ് തന്ന സാധനം വെച്ച് ഞാൻ കിറങ്ങി. സൂപ്പർ ആയിട്ടുണ്ട്. ഓയ്യോ ഓയ്യോ ഹാലൂസിനേഷൻ. ഓയ്യോ ഓയ്യോ എന്റെ മോനെ. എന്തിട്ടത്? ബാക്സ് മോഞ്ചിച്ച്. കളിക്കലടാ ഓടറാ. ഇതെന്തിട്ടത്? എന്റെ മോനെ. അയ്യോ മെൽറ്റടോ. ചോരൊക്കെ പോണ നോക്കി. ഇതെന്തിട്ട് ചെയ്യേണ്ടത്? എടാ മാറി. ബാക്സ് വണ്ടി കയറാൻ പറ്റുമോ? എടാ ഓടറാ. ഓയ്യോ വെടി പോണ്ടല്ലോന്ന്. സർവൈവ് ദ ഹാലൂസിനേഷൻസ്. കൊല്ലാനല്ല പറഞ്ഞിട്ടില്ല, സർവൈവ് ചെയ്താ മതി. അവിടെ വീണു. സർവൈവ് ആയ. വീണ്ടും ലൂപ്പ്. ഓ മൈ. ഓയ്യോ ഗണ്ണൊക്കെ മാറ്റി പിടിച്ചോട്.
ഓടിക്കും മോനെ, വെടിവെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സ്മാക്ഡോ എന്തൊക്കെ ഇട്ട് എറിയുന്നുണ്ട്. വീണ്ടും എന്റെ ഇടയിൽ കൂടെ മ്യൂസിക് നോക്ക്. ഇതാരെ കൊല്ലും തന്നെ. ഏതോ ചള്ളക്കി എടുക്കുന്നത് കേട്ടാ. ബോധം വന്നു. കഞ്ചാവിന് കൊടുക്കണ വാളാണ് തലേക്ക്. വാളാണോ നശിപ്പിക്കാനുള്ള സാധനമാണ്. അതേ വാള് വയ്ക്കുന്നത്. തല്ല വഴി കോരി ഒഴിച്ചേ കൂട്ടിട്ട് കത്തിക്കാന്നൊക്കെ പറയില്ല. അതിന്റെ അപ്പുറം സ്കീം. വിഷം പാസ്റ്റ് വീട് കണ്ട. കൊറച്ച് ഹലൂസിനേഷൻ കിട്ടിയാൽ എന്താ, 50,000 രൂപ കയ്യിലിരിക്കണേ. അല്ല വണ്ടിയോടെ അത് വൃത്തിയായിട്ട മെഷീൻ. ഒരു മെഷീൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഡാക്സിന്റെ മെഷീൻസ് നല്ല മെഷീൻസ് ആട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഫണ്ട് കിട്ടും. പക്ഷെ ആക്ച്വലി ഇങ്ങനത്തെ എല്ലാ വണ്ടിയിലും വരാറ് നല്ല വെടിവെപ്പ് മെഷീൻസ് വരാറ്. വിളിക്കുന്നുണ്ട് നായി. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.